the Lord. Good morning. Guten Morgen എന്നാണ് ജർമ്മൻകാർ പറയാം. ഗുഡ് മോർഗൻ. എങ്ങനെയുണ്ടായിരുന്നു വെളുപ്പിന് നിങ്ങൾക്ക് എന്നിട്ട് ജ്ഞാനത്തെ കാണാൻ സാധിച്ചോ? അതോ അവൾ വിട്ടു പോയോ? ജ്ഞാനം വാതിക്കൽ തന്നെ പതിയിരിപ്പുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ ഇത്രയും ദിവസവും എല്ലാ ദിവസവും 4 മണിക്ക് എണീക്കാൻ സാധിച്ചവരെന്ന് കരം ഉയർത്തിയേ. വെരി ഗുഡ്. അപ്പോൾ ഈ 8 ദിവസത്തിലൂടെ നമ്മുടെ ദിനചര്യകളിൽ ഒരു മാറ്റം വന്നോ? ഇനി നാളെ കഴിഞ്ഞ് വീട്ടിൽ പോയി ചട്ടിയും കലവും കഴുകേണ്ട കാര്യം ആലോചിക്കുക മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലേ ചേട്ടന്മാരോ? അപ്പോൾ നിർണായകമായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് തുടങ്ങേണ്ടത് ഇന്ന് വെളുപ്പിന് കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ പൂർണ്ണമായിട്ടും നിനക്ക് എന്നെ തന്നെ തന്നിരിക്കുകയാണ്, പക്ഷെ നീ എന്നെ പൂർണ്ണമായിട്ട് അങ്ങ് എടുക്കണില്ല. അതിന് കൂടുതൽ സമയം എന്നോടൊത്തിരുന്നാലല്ലേ അത് കിട്ടുള്ളൂ. അതാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള വ്യഗ്രതയിൽ ഓടിച്ചാടി നടക്കാണ്. നമ്മൾ കർത്താവിനോട് കൂടെ ഇരിക്കണം. കർത്താവ് പൂർണ്ണമായിട്ടും നമ്മളെ വേണ്ടി നൽകുന്നത് കർത്താവിനെ തന്നെയാണ്. അതാണ് ഈശോ പറഞ്ഞു. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. വചനം വരുന്നത് ഇതാണ്. നമ്മളെപ്പോഴും ഒരു ശുശ്രൂഷ തുടങ്ങുമ്പോൾ ഒരു വചനത്തിൽ തുടങ്ങുന്നതാണല്ലോ നല്ലത്, ഇല്ലേ? ഏത് വചനമാണ് ആദ്യം എടുക്കേണ്ടത്? ഇപ്പം നമ്മൾ പഠിച്ചു, ആദ്യം പുതിയത്, പിന്നെ പഴയത്. പുതിയത് കുടിച്ച് മത്ത് പിടിച്ച് കഴിയുമ്പോഴേ പഴയത് കുടിച്ചാൽ മതി. ഒന്ന് കാണട്ടെ എന്തോരം മത്ത് പിടിക്കുന്നു. ഇപ്പോൾ പുതിയ ശരിക്കും മത്ത് പിടിക്കുന്ന ഒരു വചനമാണ് വരുന്നത്. യോഹന്നാൻ 14:20. യോഹന്നാൻ 14:20. യോഹന്നാൻ 14:20. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. വാ, സിസിലി വന്നു. ഇത്രയും ലേറ്റായി പോയെന്തി ഇരുന്നോ? ഒന്ന് വായിച്ചോ എല്ലാവരും ഒന്നും കൂടി. ആ ദിവസം ഒന്നുകൂടി വായിച്ചേ. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും. ഏത് ദിവസം? ഏത് ദിവസം? ഏത് ദിവസം? അതാണ് ഈ യോഹന്നാൻ 14-ാം അധ്യായമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. എല്ലാവരും ഒന്ന് എടുത്ത യോഹന്നാൻ 14 പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു അതിനെ മുകളിൽ നിന്നൊന്ന് നോക്ക്. അതിൻ്റെ ആ ടോട്ടൽ സ്ട്രക്ചർ, ആ ചാപ്റ്ററിനെ ഞാനത് പറഞ്ഞായിരുന്നോ? ഇല്ല. ഇതിൽ യേശുവിൻ്റെ അന്ത്യ അത്താഴം കഴിഞ്ഞിട്ട്, ഏത് 14 എന്ന് പറയണത് 13 കഴിഞ്ഞിട്ടാണല്ലോ. മനസ്സിലായോ? അപ്പോൾ ഈ 13 എന്താ? 13-ലാണ് ഈശോ ആത്മാവിനെ ശരിക്കും നൽകി കുർബാന സ്ഥാപിക്കുക എന്നതിനേക്കാൾ ഉപരി ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ ഇതെടുത്ത് ഭക്ഷിക്കുവിൻ. ഈശോ തന്നെ അങ്ങ് വിട്ടു കൊടുത്തു. ഈശോ ആണ് പിശാചിന് അനുവാദം കൊടുക്കുന്നത്. യോഹന്നാൻ ജൂദാസിനോട് പറഞ്ഞു, സ്നേഹിത, ഇനി നീ ചെയ്യാൻ ഉള്ളത് ചെയ്തോളൂ. അപ്പോഴേ യോഹന്നാൻ പറഞ്ഞു, അപ്പോഴേ യൂദാസിനത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അപ്പോഴേ അത് പിശാച് അവനിൽ കയറുന്നുള്ളൂ.
അതിനു മുമ്പ് പിശാചിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഈശോ യോഹന്നാൻ 13 പറയുന്ന ചരിത്ര പ്രധാനമായ ഒരു കാര്യമാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു. അപ്പം ഇത് മനസ്സിലാക്കേണ്ടത്, ഇന്ന് വരെ പ്രപഞ്ചത്തിലുണ്ടായിട്ടുള്ള എല്ലാ കൽപ്പനകളെയും ഇത് ഓവർ റൈറ്റ് ചെയ്തു. അതിനെല്ലാം ക്യാൻസലാക്കിയിട്ട് ഒരു പുതിയ കൽപ്പന നൽകുകയാണ്. അപ്പോൾ ഇപ്പം എന്ത് വേണം? പുതിയത് വേണോ പഴയത് വേണോ? ഇത് എനിക്കുള്ള സന്തോഷം, കുറച്ച് പേര് അതിൻ്റെ ആഴത്തിൽ ഇത് മനസ്സിലാക്കിയാൽ അത് നമ്മുടെ ആത്മാവിൽ ഉപ്പായിട്ടും വീര്യമുള്ള പുളിപ്പായിട്ടും പ്രവേശിച്ചാൽ ഇത് താനേ ലോകത്തിൽ പടരും എന്നുള്ളതാണ്. ഇത് താനേ ലോകത്തിൽ പടരും. കുറച്ചാളുകളിലൂടെ കൂടുതൽ ആളുകളിലേക്ക് പടരുന്നതാണ് കർത്താവിൻ്റെ പദ്ധതി. അതുകൊണ്ടാണ് ദൈവരാജ്യം 3 ഇടങ്ങഴി മാവിൽ ചേർക്കുന്ന പുളിപ്പിന് തുല്യം. ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പുളിപ്പാണ്. വാസ്തവത്തിൽ നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പുളിപ്പാണ്, വീര്യമുള്ള ഒരു പുളിപ്പ്. ആ പുളിപ്പിൻ്റെ പ്രധാന ഇത് പഴയ പുളിപ്പല്ല, പുത്തൻ പുളിപ്പാണ്, ഫ്രഷ് പുളിപ്പ്. എന്തിനു പറയണത്? ഞാൻ യൂറോപ്പിലേക്കൊക്കെ പോകുമ്പോൾ അവിടുന്ന് നമ്മുടെ ബന്ധുക്കളായിട്ടുള്ളവരൊക്കെ പറയും, ബ്രദറെ ഇച്ചിരി തൈര് കൊണ്ടുവരാൻ, പുളിപ്പുള്ള തൈര്. എന്താ അവിടെ പുളിപ്പുള്ള തൈര് കിട്ടണില്ല. അപ്പോൾ നമ്മളിവിടുന്ന് പോകുമ്പോൾ ഒരു ചെറിയ കുപ്പിയിൽ ഒരു ഇച്ചിരി പുളിപ്പുള്ള തൈര് കൊണ്ടുവരാൻ. എന്നിട്ട് എന്ത് ചെയ്യും? ആ പുളിപ്പുള്ള തൈര് ഉടനെ അവർ പാലിലൊഴിക്കുമ്പോൾ ആ പാല് മുഴുവനും നന്നായിട്ട് പുളിപ്പ് കിട്ടും. അപ്പോൾ അവരുടെ ആ സിദ്ധാന്തം ചിന്തിക്കുകയാണ്, ഒരല്പം പുളിപ്പ് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോവാം. വാസ്തവത്തിൽ യൂറോപ്പിലും അമേരിക്കയിലും എല്ലാമുള്ള മലയാളികളെ കർത്താവ് ഇങ്ങനെ തന്നെ കൊണ്ടുവന്നേക്കണതാ. ഒരല്പം പുളിപ്പ് ആ രാജ്യത്ത് വേണം. പക്ഷേ നമ്മളവിടെ പോണത് പൈസ ഉണ്ടാക്കാനൊക്കെ ആയിരിക്കാം. ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോണത് ചക്കയും മാങ്ങയും തേങ്ങയും പുളിപ്പൊക്കെ ആയിരിക്കാം. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത്, നിന്നെ അവിടെ കൊണ്ടുപോകുന്നത് എൻ്റെ ഒരു പ്രവാചകനായിട്ടാണ്. ആ പ്രവാചകൻ ദൈവത്തിൻ്റെ പുതിയ ഈ പുളിപ്പ് ലോകം മുഴുവനും പരത്തണം. ഒട്ടും സംശയം വേണ്ട. ആദ്യം നമ്മൾ ആരംഭിക്കേണ്ടത്, കണ്ടോ, വിശുദ്ധ കുർബാന എങ്ങനെ ആരംഭിക്കണേ? അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ. കണ്ടോ, ഇത് അന്നാ സീനായ് മലമുകളിൽ മോശ നൽകിയ കൽപ്പന പോലെ എന്ന് പാടാമോ ആരെങ്കിലും? എല്ലാവരും അവരുടെ ഇഷ്ടമാതിരി പാട്ടൊക്കെ മാറ്റാം. അപ്പോൾ നമ്മൾ പുതിയ നിയമത്തിൻ്റെ, നമ്മുടെ പാട്ടുകാർ വരണുള്ളൂ, ആ പുതിയ നിയമത്തിൻ്റെ രഹസ്യത്തെ ആദ്യം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളണം. അപ്പോൾ അതിൻ്റെ ഒരു ആശയം ഞാൻ പറയാം കേട്ടോ. നമ്മൾ ത്രിത്വത്തിലേക്കാണ് പോകുന്നത്. ഈ 14-ാം അധ്യായത്തിൻ്റെ മുഴുവൻ തീം ത്രിത്വമാണ്. ത്രിത്വം. 14-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വചനമൊന്ന് എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ വായിച്ചേ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. കണ്ടോ, കംപ്ലീറ്റ് പോസിറ്റീവ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. എന്ത് ചെയ്താൽ മതി? എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. അതെന്താ 2 പ്രാവശ്യം അങ്ങനെ പറഞ്ഞിരിക്കണേ അവിടെ? എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ഒന്നെല്ലാവരും പറഞ്ഞേ, എന്നിൽ വിശ്വസിക്കുക. ഇവിടെ എന്നിൽ എന്ന് പറയുന്നത് ഈശോ എന്ന വ്യക്തിയായ രണ്ടാമത്തെ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളും
രക്ഷകനും കർത്താവുമായ ഈശോയാണ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ത്രിത്വൈക ദൈവത്തെയാണ്. ഇനി ബാക്കി ഉള്ളതെല്ലാം ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ കംപ്ലീറ്റ് 14-ാം അധ്യായം. ശ്രദ്ധിക്കണം എല്ലാവരും, ഒന്ന് കൈവീശി കാണിച്ച്. ഓക്കെ, നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയ സമയമാണ് അപ്പോൾ ഇല്ലേ? ശ്രദ്ധിക്കണം, ഈ 14-ാം അധ്യായത്തിനെ 5ആയിട്ട് വിഭജിക്കാം. 5ആയിട്ട്. അതിൽ 1 മുതൽ അല്ലെങ്കിൽ 2 മുതൽ 6 വരെയുള്ള വചനങ്ങൾ ഈശോയെക്കുറിച്ചാണ്, അതായത് പുത്രൻ തമ്പുരാനെക്കുറിച്ചാണ്. 6-ാമത്തെ വചനത്തിലാണ് പറയുന്നത്, ഞാനാകുന്നു വഴിയും സത്യവും ജീവൻ. എങ്ങോട്ടുള്ള വഴി? ത്രിത്വത്തിലേക്കുള്ള വഴി. ഐ ആം. അതിനു മുമ്പ് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യും? ഈ രക്ഷാകര രഹസ്യങ്ങളുടെ മുഴുവനും ആകത്തുകയാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഞാൻ പോയി പറഞ്ഞ് നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും. ഈ ഒറ്റ വചനം പോരെ, എന്തോ ഒരു പ്രോത്സാഹജനകമാണത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവൻ നൽകി നിങ്ങളുടെ സകല പാപങ്ങൾക്കും പരിഹാരം ചെയ്ത് നിങ്ങളെ വിശുദ്ധീകരിച്ച് നിങ്ങളെ വിശുദ്ധരാക്കി ഞാൻ തന്നെ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് ഞാനായിരിക്കുന്നിടത്തേക്ക്. എവിടെയാണ് ഞാനായിരിക്കുന്നത്? ഞാനായിരിക്കുന്നത് പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂടെയാണ്, ആ ത്രിത്വത്തിലാണ്. അവിടേക്ക് ഞാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഈ ഒരു വചനത്തെ അല്ലെങ്കിൽ ഈ ഒരു സത്യത്തെ മുറുക്കെ പിടിക്കുക. ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കാൻ വേണ്ടി. എന്തുപറ്റി? പേനില്ല. ഈ ചേച്ചീനെ ഒരിക്കൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടു. ഞാൻ ചോദിച്ചു എവിടേക്കാണ് പോണേ? എമ്മാവൂസിലേക്കാണെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ കൂടെ വണ്ടിയിൽ കയറിക്കുമെന്നും പറഞ്ഞ് ഞാനിങ്ങനെ ധ്യാനത്തിന് കൊള്ളുന്നു. ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി. ധ്യാനിക്കാൻ പോണ സമയത്ത് ആലുവ ബസ് സ്റ്റാൻഡിൽ വെച്ച് തന്നെ ധ്യാനിപ്പിക്കുന്ന ആളുമായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും. അത് കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ ധ്യാനത്തിനാണ്. അത് കഴിഞ്ഞിട്ട് ഇത് 3-ാമത്തെ ധ്യാനമാണ് കൂടുന്നത്. എന്തുപറ്റി? ലഹരി പിടിച്ചു. ഈ പുതുവീഞ്ഞ് കുടിച്ചിട്ട് ലഹരി പിടിച്ചിട്ട് ഓടി വരികയാണ്. അവിടെ വേറൊരു ചേച്ചിയുണ്ട്, എല്ലാ ധ്യാനത്തിനും വരും. സിസിലി ഒന്ന് എഴുതേറ്റുന്ന സിസിലി ഇപ്പോൾ വന്നു. ആനി സോറി പേര് മറന്നു. എല്ലാ ധ്യാനത്തിനും വരും, എല്ലാ ധ്യാനത്തിനും. എന്താ കാരണം? പുതുവീഞ്ഞ് കുടിക്കുമ്പോഴുള്ള ലഹരിയാണ്. എനിവേ, അപ്പോൾ യോഹന്നാൻ 14-ാം അധ്യായം വളരെ വലിയ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ അതിന് 5ആയിട്ട്, അപ്പോൾ 5 ഭാഗം നിങ്ങൾ ഒരു നോട്ടായിട്ട് എഴുതിക്കോ. 1, 2, 3, 4, 5 എന്ന് 5 ഭാഗമാണ് അതിനകത്തുള്ളത്. ആദ്യത്തേത് 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ ഈശോ തൻ്റെ പുത്രത്വത്തെക്കുറിച്ചും ആ പുത്രത്വത്തിലൂടെയാണ് ലോകം മുഴുവനെയും പിതാവിനോട് അനുരഞ്ജിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതെല്ലാമാണ്. പിതാവിലേക്കുള്ള വഴിയാണ് പുത്രൻ. അതിനു മുമ്പ് പറഞ്ഞു 2 കാര്യം അല്ലെങ്കിൽ 3 കാര്യം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. പിന്നെ ഒന്ന്, എന്നിൽ വിശ്വസിക്കുക.
അതാണ് ഇവിടെയെല്ലാം ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. മോശയിലോ ഏലിയായിലോ ഫരിസേയരിലോ റബ്ബായിമാരിലോ അല്ല ഇനിമേൽ നിങ്ങളുടെ പ്രത്യാശ വരേണ്ടത്. ആരിലാണ്? എന്നിൽ എന്ന് പറഞ്ഞാൽ യേശുവിൽ മാത്രം. അപ്പോൾ 1 മുതൽ 6 വരെ യേശുവെക്കുറിച്ചും 7 മുതൽ 14 വരെ പിതാവിനെക്കുറിച്ച് ഈശോ നൽകുന്ന വലിയ രഹസ്യമാണ് ഇവിടെ പറയുന്നത്. അതിലാണ് ഈശോ പറയുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണും, ഞാൻ പിതാവ് ഒന്നാണെന്നൊക്കെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അവിടെയാണ് 10ാമത്തെ വചനത്തിലാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യം 5 പോയിൻ്റ് എഴുതാം. 6 to 7 to 14 പിതാവിനെക്കുറിച്ച്, 15 മുതൽ 19 വരെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. കണ്ടോ, 15ലാണ് പറയുന്നത്, ഞാൻ പിതാവിൻ്റെ അടുത്ത് പോയി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്. കണ്ടോ, ഈ 3 സ്റ്റെപ്പിൽ കണ്ടോ, ആദ്യം പുത്രൻ, പിന്നെ പിതാവ്, പിന്നെ പരിശുദ്ധാത്മാവ്. ഇനി 20 മുതൽ 23, ഈവൻ 24 ചേർക്കാം. 20 മുതൽ 24 വരെയുള്ള വചനങ്ങൾ ത്രിത്വത്തെക്കുറിച്ചാണ്. 23ലാണ് പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവനെ പിതാവ് സ്നേഹിക്കും, അവരെൻ്റെ വചനം അവനിൽ നിലനിൽക്കും, ഞങ്ങൾ വന്ന് അവനിൽ വി വിൽ മേക്ക് അവർ ഹോം വിൽ മേക്ക് അവർ ഹോം ഇൻ യു. ഞങ്ങൾ വന്ന് അവനിൽ വാസമുള്ള. ആരാണ് ഈ ഞങ്ങൾ? അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം. ഞങ്ങൾ വന്ന് വാസം. കണ്ടോ, അപ്പോൾ കൃത്യം മനസ്സിലായില്ലേ? ഇനി 25 മുതൽ ശേഷഭാഗം. ഇപ്പം നമ്മൾ എത്ര 5 25 മുതൽ ശേഷഭാഗം മുഴുവനും എത്ര 31 വരെയുള്ള ഭാഗങ്ങൾ ത്രിത്വം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അവസ്ഥയാണ്. അവിടെയും പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകട്ടെ. കണ്ടോ, തുടങ്ങിയോടത്ത് തന്നെ വന്നു ഇല്ലേ? 27 പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അവിടെ എന്താണ് ആ സമാധാനം എന്ന് പറയുന്നത്? എന്താണ് ആ 27ാമത്തെ വചനം ഒന്ന് വായിച്ചേ. ലോകം തരുന്ന സമാധാനമല്ല, പിന്നെന്താ? ഞാൻ നിങ്ങൾക്ക് സമാധാനം. ഇവിടെ ഇതെല്ലാം ഒരുപാട് സമയം ധ്യാനിക്കേണ്ട വിഷയമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യതിരിക്ത വ്യക്തികളാണ്. അവർ 3 പേരും വ്യത്യസ്തമാണ്. ആണോ അല്ലയോ? പിതാവ് പുത്രനല്ല. പക്ഷെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ലേ? ഇപ്പം നമ്മൾ അപ്പൻ മക്കളും ഒന്നാണോ? ഒന്നല്ല, വ്യതിരിക്തരാണവർ. ഫ്രം ദ ഒറിജിൻ, ഉത്ഭവത്തിൽ തന്നെ. പിതാവ് പുത്രനല്ല, പുത്രൻ പിതാവുമല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമല്ല. അപ്പോൾ കാറ്റഗിസത്തിൽ 234 പറയുന്നതാണിത്. അവർ ഉത്ഭവത്തിലെ തന്നെ വ്യതിരിക്തരാണ്, എങ്കിലും അവരുടെ ഐക്യം അവരൊന്നാണ്. കണ്ടോ, ഇതാണ് നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ വീട്ടിലായാലും അപ്പൻ അമ്മ മക്കൾ വ്യതിരിക്തരാണ്, വ്യത്യസ്ത സ്വഭാവങ്ങളാണ്, വ്യത്യസ്ത പ്രകൃതികളാണ്. പാവയ്ക്കയും വെള്ളിരിക്കയും പോലെ ആയിരിക്കും. പക്ഷേ ദൈവം നമുക്ക് നൽകുന്ന സമാധാനം എന്ന് പറയുന്നത് ഈ വ്യതിരിക്ത അവസ്ഥയിൽ ഒരു യൂണിയൻ, ഒരു സമാധാനം. അതാണ് ദൈവം തരുന്ന സമാധാനം. അതാണ് ഈശോ വള്ളത്തിൽ കിടന്നുറങ്ങണു. എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റും? ഈ വള്ളം ഇങ്ങനെ തലകുത്തി മറിയണ മാതിരിയാ. ഭയങ്കര കൊടുങ്കാറ്റ്, തിരമാലകൾ വള്ളത്തെ മറിക്കാൻ പോകുന്നു. പക്ഷേ ഈശോ
നല്ല ഉറക്കം. അതാണ് ക്രിസ്ത്യൻ സമാധാനം എന്ന് പറയുന്നത്. പ്രശ്നങ്ങളെല്ലാം മാറാനുള്ളതല്ല. നമ്മൾ മലയിലെ പ്രസംഗത്തിൽ കേട്ടല്ലോ, എൻ്റെ ഈ വാക്കുകൾ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യന് തുല്യനായിരിക്കും. എന്നിട്ട് എന്താ പറയണത്? മഴ പെയ്തു, കാറ്റൂതി, വെള്ളപ്പൊക്കമുണ്ടായി, എന്നാൽ ആ ഭവനം വീണില്ല. വീണ്ടും പറയുന്നുണ്ട്, ഇത് അനുസരിക്കാത്തവനോ വിവേകശൂന്യനായ പൂഴിയിൽ വീട് പണിത അവന് തുല്യനാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, ആ ഭവനം വീണുപോയി. അപ്പോൾ വെള്ളപ്പൊക്കം, മഴ, കാറ്റ് ഇത് കോമൺ ഫാക്ടറാണ്. കണ്ടോ? ഇത് എല്ലാ അവസ്ഥയിലും ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ക്രിസ്തീയ സമാധാനം എന്ന് പറയുന്നത് അതിൻ്റെ മധ്യത്തിൽ ഉള്ള ഒരു സമാധാനമാണ്. ഒരു കോമ്പറ്റീഷൻ, സമാധാനത്തെക്കുറിച്ച് പടം വരയ്ക്കാനായിട്ടൊരു കോമ്പറ്റീഷനാണ്. അപ്പോൾ പലരും പലതരത്തിലുള്ള ചിത്രങ്ങളൊക്കെ വരച്ചു. സമാധാനത്തിൻ്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഭയങ്കര കൊടുങ്കാറ്റ് കൊണ്ടിങ്ങനെ ആടി ഉലയുന്ന വൃക്ഷങ്ങളുടെ ഒരു പടമാണ്. അതിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അപ്പോൾ അവിടെ ആകെ ഡിസ്പ്യൂട്ട്. ഇതെന്താ ഈ പറയുന്നത്? ചിലർ സമാധാനം എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ പച്ചപ്പുൽത്തകിടി വരച്ചു വെച്ചേക്കണം, നല്ല മനോഹരമായിട്ട് ഒഴുകുന്ന, ശാന്തമായി ഒഴുകുന്ന നദി വരച്ചു വെച്ചേക്കണം. അതിനൊന്നും സമ്മാനം കിട്ടിയില്ല. ഭയങ്കര കൊടുങ്കാറ്റിലാടുന്ന ചില വൃക്ഷങ്ങൾ. എന്താ? വരട്ടെ. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ ജഡ്ജിമാർ പറഞ്ഞു, നിങ്ങളതിനെ സൂക്ഷിച്ച് നോക്കണം. ആ കാറ്റിൽ ഉലയുന്ന വൃക്ഷത്തിൻ്റെ ചില്ലകളിൽ ഒരു ചെറിയ കുരുവിക്കൂട് തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു കുരുവി സമാധാനമായിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. മനസ്സിലായോ? ആ കുരുവി, ഒരു കുരുവിക്കൂട്, ആ കുരുവിക്കൂടിൻ്റെ അകത്ത് ഇത്രയും വലിയ കാറ്റും കോളും ഉണ്ടായിട്ടും സമാധാനമായിട്ടൊരു കുരുവി ഇരിക്കണം. മനസ്സിലായോ? അതാണ് ത്രിത്വം നൽകുന്ന സമാധാനം. അതാണ് ലോകം നൽകുന്ന സമാധാനം പോലെ അല്ല. എല്ലാ പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ. ഇന്നലെ ഇവിടുന്ന് ഒരു സഹോദരി എമർജൻസി ടെലിഫോൺ വന്നിട്ട് പോയി. അവർ രാത്രി ഞാൻ പറഞ്ഞു എന്നോട് സംസാരിക്കും. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. 5 പെമ്മക്കളാണ് അവർ. ഈ 5 പെമ്മക്കളും അവർക്കെതിരാണ്. കാരണം ഇത്രേ ഉള്ളൂ, അവർ പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, ഇത്രേ ഉള്ളൂ കാരണം. 5 പെമ്മക്കൾക്കും വലിയ പ്രശ്നങ്ങളാണ്. ഇവർ ചെന്നപ്പോൾ തന്നെ ഒരുപാട് ഇവരെ വഴക്ക് പറഞ്ഞു. അപ്പോൾ പറയാണ്, ബ്രദറെ, പക്ഷേ ഈ പ്രാവശ്യം അവരെന്തോരം എന്നോട് ബഹളം ഉണ്ടാക്കിയിട്ടും ഞാൻ ഒരു വാക്ക് അവരോട് എതിർത്ത് പറഞ്ഞില്ല. എൻ്റെ അകത്ത് ഭയങ്കര സമാധാനം. അതാണ് ക്രിസ്തീയ സമാധാനം. അതെവിടെ നിന്ന് വരുന്നു? ത്രിത്വത്തിൽ നിന്ന് വരുന്നു. ത്രിത്വത്തിൻ്റെ പ്രത്യേകത എന്താണ്? ത്രിത്വത്തിൽ ഓരോ വ്യക്തികളും വ്യതിരിക്തരാണ്. ദേ ആർ ഡിസ്റ്റിങ്ക്റ്റ് ഇൻ ദെയർ നേച്ചർ. നേച്ചർ എന്ന് പറയാറില്ല ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ. പ്രകൃതി അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവം. ദൈവത്തിന് ഒരു ഉത്ഭവമില്ല. പിതാവ്, പുത്രൻ പിതാവിൽ നിന്ന് ഉത്ഭവിക്കുന്നു, പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ 14-ാം അധ്യായത്തിൽ ത്രിത്വത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ രഹസ്യം പറയുന്നൊരു വചനമാണ് 14:20. അത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. എന്താണെന്ന് വായിച്ചേ. 14:20 എന്താ പറയണേ? ഞാൻ എൻ്റെ പിതാവിലും
നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും. ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ എൻ്റെ പിതാവിലും എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ആരൊക്കെയുണ്ട്? ഞാൻ എൻ്റെ പിതാവിലും എന്ന് യേശു പറയുമ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? യേശുവും പിതാവും അല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? പരിശുദ്ധാത്മാവുണ്ട്. എന്തുകൊണ്ട്? ഞാനും, അതായത് പുത്രനും പിതാവും എവിടെ ഒരുമിച്ച് കൂടുന്നുവോ അവിടെ പരിശുദ്ധാത്മാവുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമാണ്. പക്ഷെ അതവിടെ എഴുതിയിട്ടില്ല. ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത. നമ്മളിതിൻ്റെ എഴുതാപ്പുറം വായിക്കണം. എന്താണ് അവിടെ എഴുതാത്തതെന്നുള്ളത് കണ്ടുപിടിക്കണം. ഞാൻ എൻ്റെ പിതാവിലും എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുണ്ട്. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ ഇനി അടുത്ത അർത്ഥം കിട്ടും. പിന്നെന്താ? നിങ്ങൾ എന്നിലും. ഇവിടെ എന്നിൽ എന്ന് പറയുന്നത് പുത്രൻ മാത്രമല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ത്രിത്വത്തിലാണ്. നിങ്ങൾ ത്രിത്വത്തിലാണ്. ഞാൻ നിങ്ങളിലും എന്ന് പറഞ്ഞാൽ ത്രിത്വം നമ്മളിലും. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസവും പഠിച്ചതും കേട്ടതും എല്ലാം ദൈവം നമ്മിൽ വസിക്കുന്നു, ദൈവം നമ്മിൽ വസിക്കുന്നു എന്നുള്ളൊരാശയമാണ്. ഇനി മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മിൽ വസിക്കുന്ന ആ സമയത്ത് തന്നെ നാം ദൈവത്തിലും വസിക്കുകയാണ്. നാം ദൈവത്തിലും വസിക്കുകയാണ്. അതൊരു നിഗൂഢതയാണ്. അതായത് ഒരു ഹാർട്ട് ആണ് ഉദ്ദേശിച്ചോ ദൈവം, ഇങ്ങനെ ഹൃദയം, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ. നാം ദൈവത്തിൻ്റെ ഉള്ളിൽ. ഇതാണ് വാസ്തവത്തിൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം. ദൈവം നമ്മളിലാണ് എന്നത് ഒരു വശം. രണ്ടാമത്തേത്, ദൈവം നമ്മളിൽ ആയിരിക്കെ, ഇപ്പം നോക്കിയോ, നമ്മളുടെ ഹൃദയത്തിൽ ഈശോ ആവുന്ന ഹൃദയം. എന്നാൽ ഇത് രണ്ടും കൂടി അടങ്ങുന്ന ഈ ഹൃദയത്തിൻ്റെ രണ്ട് ഹൃദയവും കൂടി വലിയ ഒരു ഹൃദയമാവുന്ന യേശു ദൈവത്തിൻ്റെ അകത്താണ്. അതുകൊണ്ടാണ് ത്രിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഇപ്പോഴും ഇന്നലെ ആ വചനം പറഞ്ഞതായിരുന്നു. ഇപ്പോഴാണ് ആ വചനം വീണ്ടും വരുന്നു. അപ്പസ്തോല പ്രവർത്തനം 17:28 നോക്കി. എന്നിൽ ചരിക്കുന്നു, എന്നിൽ എന്തെന്നാൽ അവിടുന്നിൽ നാം ജീവിക്കുന്നു. 17:28 അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പസ്തോല പ്രവർത്തനം 17:28. ഇതാ ആരിയോഭാഗസിൽ, ഏതൻസിലെ ആരിയോഭാഗസ് നടത്തിയ പ്രഭാഷണത്തിൻ്റെ ഭാഗമാണ്. അല്ല, ഓക്കെ, ആഥൻസിൽ ആരിയോപാഗസിലെ പ്രസംഗം. കറക്റ്റ്. 22 മുതൽ ആരിയോപാഗസ്. ആരിയോപാഗസ് എന്ന് പറഞ്ഞാൽ ഒരു പൊതുവേദി, ആർക്കും വന്ന് പ്രസംഗിക്കാം. ആരിയോപാഗസ്. പോപ്പ് ഫ്രാൻസിസ് അല്ല ജോൺ പോൾ രണ്ടാമൻ പറയാണ്, ഇന്ന് ആധുനിക മാധ്യമം ഒരു ആരിയോപാഗസാണ്. പൗലോസ് ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇൻ്റർനെറ്റും യൂട്യൂബും എല്ലാം സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പ്രഭാഷണം റെക്കോർഡാവുന്നത് ഇന്ന് രാത്രി ആരിയോപാഗസിലേക്ക് കയറിക്കഴിഞ്ഞു. അത് രാത്രി തന്നെ ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് കേൾക്കാൻ ഉള്ള സാധ്യതയാണ്. നമ്മുടെ ഈ ഒരു ധ്യാനമാണ് പ്രധാനമായിട്ട് ഹോൾ ഇൻ്റർനെറ്റ് യൂട്യൂബിൽ ഫുൾ ധ്യാനം. ഒരുപാട് ടോക്കുകൾ, നിങ്ങൾ 1-2 ടോക്കുകൾ ആരുടെ വേണമെങ്കിലും കേൾക്കാം. ഒരു ധ്യാനം മുഴുവനും കേൾക്കണമെന്നുണ്ടെങ്കിൽ, കൂടണമെന്നുണ്ടെങ്കിൽ തോമസ് പോൾ കൊടിയൻ ആരിയോപാഗസിലേക്ക് ചെന്നാൽ മതി. കുടിയനല്ല, കൊടിയൻ.
ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി പറയാം. എന്നിട്ട് അതിൻ്റെ പ്ലേ ലിസ്റ്റിലേക്ക് ചെന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വൺ ആഫ്റ്റർ അനദർ ഇങ്ങനെ കാണാം. അത് താനേ വന്നോളും. ഓക്കെ, ഈ ധ്യാനത്തിൻ്റെ മുഴുവൻ ടോക്കുകൾ അടങ്ങുന്ന CD നാളെ വൈകുന്നേരത്ത് കഴിയണ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതായിരിക്കും കേട്ടോ. ഒരു MP3 ഒറ്റ CD-യിൽ എല്ലാ ടോക്കുകളും, സങ്കീർത്തനങ്ങൾ വേറെ. യെസ്. അപ്പോൾ ആരിയോപാഗസിലെ ആ പ്രസംഗത്തിൽ പറഞ്ഞ വലിയൊരു രഹസ്യം എന്തെന്നാൽ, അവിടുന്നിൽ നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. നാം അവിടുത്തെ സന്താനങ്ങളാണ്. നാം അവിടുത്തെ. അപ്പോൾ നമുക്ക് ഇന്ന് അതൊക്കെ പ്രധാന വിഷയമാണ്. ബൈബിൾ എത്രയൊക്കെ പഠിച്ചാലും നമ്മൾ ഒരു വേലക്കാരനാണെന്നോ ദാസനാണെന്നോ ഉള്ള പഴയ നിയമ സ്റ്റാൻഡല്ല പുതിയ നിയമ സ്റ്റാൻഡ്. പുത്രത്വം നൽകുന്ന ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. അതാണ് വലിയ വ്യത്യാസം. എന്തിനു പറയണം, ഇന്നലെ പരിശുദ്ധ പിതാവ് റോമിൽ നൽകിയ പ്രഭാഷണത്തിൽ മുടിയനായ പുത്രൻ്റെ കാര്യം ആ ഉപമയാണ്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. അതിൽ പറയുന്ന പ്രധാന ആശയം ഇതാണ്: പുത്രനാണെന്നുള്ള കാര്യം ഈ മൂത്ത പുത്രന് അറിഞ്ഞൂടാ. ഇതാണ് നമ്മുടെയും പ്രശ്നം. നമ്മൾ ആരാ? നമ്മൾ മക്കളാണ്. മക്കളാണെങ്കിൽ അവകാശികളാണ്. യേശുവിൻ്റെ കൂട്ടവകാശികൾ എന്ന് പറഞ്ഞാൽ യേശുവിന് പിതാവിൽ നിന്ന് കിട്ടുന്നതെല്ലാം നമ്മളാകുന്ന പുത്രന്മാർക്കും പുത്രിമാർക്കും കിട്ടും. ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കറക്റ്റ് നമ്മുടെ സഹോദരനാണ് ഈശോ, ജ്യേഷ്ഠ സഹോദരൻ. ഓക്കെ, അപ്പോൾ അതെല്ലാം അനുഭവമാകുന്നത് ഈ ത്രിത്വത്തിൻ്റെ അനുഭവത്തിൽ. അപ്പോൾ ഒന്നുകൂടി വായിച്ച് 14:20 പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. നമുക്ക് കണ്ണടച്ച് ആ ത്രിത്വത്തിൻ്റെ അനുഭവത്തിലേക്ക്, ആ ഇരുണ്ട രാത്രിയിലേക്ക്. അതാണ് ഇരുണ്ട രാത്രി എന്ന് യോഹന്നാൻ ക്രൂസിൻ്റെ പ്രസിദ്ധമായ പുസ്തകമാണ് ദ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ. ജോൺ പോൾ രണ്ടാമൻ, കാരോൾ വൈറ്റില ഒരു യുവാവായിരുന്ന സമയത്ത് ആരോ ഒരു അൽമായ സുഹൃത്ത് അദ്ദേഹത്തിന് ഒരു സമ്മാനമായിട്ട് ഒരു പുസ്തകം കൊടുത്തു. അത് ആണ് ഇരുണ്ട രാത്രി, ഡാർക്ക് നൈറ്റ്. ആ പുസ്തകം പുള്ളി അങ്ങ് തുറന്ന് നോക്കി ഇച്ചിരി അങ്ങ് വായിച്ചു തുടങ്ങിയിട്ട് നിലത്ത് വയ്ക്കാൻ തോന്നണില്ല. ജോലി സ്ഥലത്ത് കല്ലുമടയിൽ ജോലി ചെയ്യണ നേരത്തും ഒരു തലച്ചുവട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് പതുക്കെ പോക്കറ്റിൽ നിന്ന് പുസ്തകം വെച്ച് അവിടെ മടയുടെ കല്ലുമടയുടെ ഇടയ്ക്കിരുന്ന് ഇങ്ങനെ വായിക്കും. അത്രയ്ക്ക് തീഷ്ണത. അതിനുശേഷം അതിൻ്റെ ഒറിജിനൽ സ്പാനിഷ് ലാംഗ്വേജിൽ അത് വായിക്കാനും പഠിക്കാനും വേണ്ടി സ്പാനിഷ് പഠിച്ചു. അങ്ങനെ സ്പെയിനിൽ പോയി. അച്ഛനായി കഴിഞ്ഞപ്പോൾ സ്പെയിനിൽ പോയിട്ട് ജോൺ ഓഫ് ദ ക്രോസിൻ്റെ എല്ലാ വർക്കുകൾ, എല്ലാ കൃതികളെക്കുറിച്ച് പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തു. അങ്ങനെയാണ് ആ ദൈവസ്നേഹജ്വാല, സ്നേഹാഗ്നി ജ്വാല. മാത്യുസേ, ആ ജോൺ ഓഫ് ദ ക്രോസിൻ്റെ ഒരു ക്യാൻഡിക്കിൾ ഉണ്ടല്ലേ, ഓ സ്നേഹജ്വാല എന്ന് പറഞ്ഞിട്ട് ഒന്ന് പാടാമോ ഒരു വരിയെങ്കിലും? ആർക്കെങ്കിലും അറിയോ? ഓ സ്നേഹജ്വാലയെ മറ്റോട്ട്. അത് ഇപ്പോൾ കാസറ്റായിട്ട് കിട്ടും വാങ്ങാൻ. അപ്പോൾ ഈ ഇരുണ്ട രാത്രിയിൽ
ഉള്ള അനുഭവങ്ങളിലൊന്ന് ദൈവത്തിൻ്റെ ആ സ്നേഹപാരമ്യം കൊണ്ട് സ്നേഹം കൂടുമ്പോൾ ഒന്ന് പിച്ചൊക്കെ ചെയ്യൂലേ, ഒരു പ്രേമ റൊമാൻറ്റിക് ഒരു വലിയ പ്രേമമാണ് ദൈവത്തിന് നമ്മളോടുള്ളത്. ആ പ്രേമത്തിൽ ദൈവം നമ്മുടെ ആത്മാവിനെ മുറിപ്പെടുത്തുന്നവരെ ചെയ്യുന്നു. പ്രേമം കൊണ്ടാണ്. എനിവേ, അപ്പോൾ ആ ഇരുണ്ട രാത്രി എന്ന് പറയുമ്പോൾ കണ്ണടച്ച് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇരുട്ട് കാണുമ്പോൾ ആരും സംശയിക്കേണ്ട, അയ്യോ പിശാചാണല്ലോ. നോ, അത് ഈ കർത്താവിൻ്റെ പൂർണ്ണമായ അനുഭവം നൽകുന്ന ഒരു വിശ്വാസത്തിൻ്റെ തലമാണത്. അതിലാണ് നമ്മളിനി വളരേണ്ടത്. പക്ഷേ മറ്റുള്ള പ്രാർത്ഥനകൾ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് മെഡിറ്റേഷൻ. അത് ഒരു 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 വിചിന്തന പ്രാർത്ഥനയല്ല. എന്താ പറയുക മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ? ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ വേ ഓഫ് ദ ക്രോസ്, കുരിശിൻ്റെ വഴി ഒരു മെഡിറ്റേഷനാണ്. ഈശോ അനുഭവിച്ച പീഡാനുഭവത്തെക്കുറിച്ച് ഓർക്കുക. അത് ശക്തമാണ്. ആ ഓർമ്മകളെല്ലാം അനന്തതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഓർമ്മകളാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുക. പക്ഷേ അത് കോണ്ടംപ്ലേഷനല്ല. ദാറ്റ്സ് അനദർ സ്കൂൾ ഓഫ് പ്രെയർ. അത് പ്രാർത്ഥനയുടെ വേറെ ഒരു സിദ്ധാന്തമാണ്. കോണ്ടംപ്ലേഷൻ പ്രാർത്ഥനയുടെ മറ്റൊരു സിദ്ധാന്തമാണ്. അതായത് ഇപ്പോൾ എൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ അവിടെ ഒരു സിറ്റിംഗ് റൂമിലിരിക്കണു, ദാറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷെ എൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ ബെഡ്റൂമിൽ ഒരുമിച്ച് കിടക്കണു. അതാണ് മെഡിറ്റേഷൻ കോണ്ടംപ്ലേഷൻ തമ്മിലുള്ള വ്യത്യാസം. കോണ്ടംപ്ലേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രേമഭാജനവുമായ ദൈവവുമായിട്ട്